നമസ്കാരം. പ്രധാന വാർത്തകൾ. മനുശ്ശേരി AUP സ്കൂളിൽ പ്രവേശനോത്സവം ആവേശമായി. ഇത് കേട്ട ചാനൽ വാർത്തയാണെന്ന് കരുതിയാൽ തെറ്റി. ഇത് വാണിയംകുളത്തെ മനുശ്ശേരി AUP സ്കൂളിലെ കൊച്ചുമിടുക്കർ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിക്കുന്ന കുട്ടി റിപ്പോർട്ടേഴ്സ് ചാനലിലെ വാർത്താ വായനയാണ്. സ്കൂൾ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച് കയ്യടി നേടുകയാണ് ഈ കൊച്ചു റിപ്പോർട്ടർമാർ. വാർത്ത കണ്ടുവരാം. സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളും വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വേറിട്ട ആശയം മുന്നോട്ട് വെച്ചത് അധ്യാപകനായ അനിരുദ്ധാണ്. മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം ചേർന്നതോടെ സംഗതി സൂപ്പർ ഹിറ്റായി. സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബാണ് ഇവരുടെ ന്യൂസ് സ്റ്റുഡിയോ. വാർത്ത വായിക്കാൻ താല്പര്യമുള്ള ഏത് വിദ്യാർത്ഥിക്കും ഇവിടെ അവതാരകരാകാൻ അവസരമുണ്ട്. വിഷ്വലുകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പ്രൊഫഷണൽ രീതിയിലാണ് വാർത്തകൾ എഡിറ്റ് ചെയ്ത് പുറത്തുവിടുന്നത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഇവർ പുറത്തിറക്കിയ 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ആദ്യ വാർത്താ വീഡിയോ ഇതിനോടകം തന്നെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും വലിയ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മനുശ്ശേരി സ്കൂളിന്റെ സ്വന്തം റിപ്പോർട്ടിംഗ് ചാനലായ AUPS മനുശ്ശേരി കുട്ടി റിപ്പോർട്ടേഴ്സിലേക്ക് സ്വാഗതം. പുത്തൻ കുടയും ബാഗും അണിഞ്ഞ് വിദ്യാലയത്തിലേക്ക് എത്തിയ എല്ലാ കൂട്ടുകാരെയും വരവേറ്റുകൊണ്ട് വിപുലമായ പരിപാടികളോടെ ഈ വർഷത്തെ നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവം വിജയകരമായി ആഘോഷിച്ചു. ഏറെ ആകർഷണീയമായ പ്രവേശനോത്സവത്തിലെ പ്രധാന വാർത്തകൾ വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടി നമ്മുടെ വിദ്യാലയത്തിന്റെ പെരുമ ഉയർത്തിയ മിടുക്കരായ കൂട്ടുകാരെ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും അവർക്കുള്ള ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. നമ്മുടെ ഡിജിറ്റൽ പഠനം കൂടുതൽ മികച്ചതാക്കുന്നതിനായി അത്യാധുനിക സൗകര്യങ്ങളോടെ തയ്യാറാക്കിയ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ ചടങ്ങിൽ വെച്ച് നടന്നു. ഇതിനോടൊപ്പം പുതിയ അധ്യയന വർഷത്തിന്റെ മധുരമുള്ള തുടക്കത്തിനായി സ്കൂൾ അധികൃതർ എല്ലാ കുട്ടികൾക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും പൂർവ്വ വിദ്യാർത്ഥികൾ പൊതുപ്രവർത്തകരും ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും മികച്ച പിന്തുണ ഇതിനുണ്ട്. കുട്ടികളെ ഭാവിയിൽ നല്ലൊരു റിപ്പോർട്ടറോ ജേർണലിസ്റ്റോ ആയി വളർത്തിയെടുക്കുക, അതോടൊപ്പം സ്കൂളിലെ വിശേഷങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് അധ്യാപകനായ അനിരുദ്ധ് പറഞ്ഞു. കുട്ടി റിപ്പോർട്ടേഴ്സ് എന്നുള്ള പരിപാടി നമ്മുടെ സ്കൂളിലെ ഒരു തന്റെ പ്രവർത്തനമായിട്ട് ഈ വർഷം 2026-27 വർഷത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. നമ്മുടെ എല്ലാ അധ്യാപകരും അതിന് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനം ഇങ്ങനെ ഉണ്ടാവാൻ കാരണം അധ്യാപകരുടെ സപ്പോർട്ട് കൂടിയാണ്. ഈ പ്രവർത്തനം ഉണ്ടായതിന്റെ ലക്ഷ്യം കുട്ടികളെ ഭാവിയിലേക്ക് ഒരു റിപ്പോർട്ടർ ജേർണലിസ്റ്റായിട്ട് വളർത്തിയെടുക്കുക എന്നതും നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുക എന്നതും കൂടിയാണ്. അതിനായി ആദ്യം 6 കുട്ടികളെ തിരഞ്ഞെടുക്കുകയും താല്പര്യമുള്ള കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. താല്പര്യമുള്ള ഏത് കുട്ടികൾക്കും കുട്ടി റിപ്പോർട്ടറായി പറയാവുന്നതാണ്, ന്യൂസ് റിപ്പോർട്ട് പറയാവുന്നതാണ്. ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് കണ്ടന്റ് അവർക്ക് കൊടുക്കുകയും അവരത് നല്ല രീതിയിൽ പഠിച്ച് പറയുകയും അത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കുകയുമാണ് ചെയ്തത്. സ്കൂളിൽ ഈ അധ്യയന വർഷം പുതിയൊരു പ്രവർത്തനം എന്ന നിലയിലാണ് കുട്ടി റിപ്പോർട്ടേഴ്സ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി സ്കൂളിലെ നിരവധി കുട്ടികൾ വളരെ ആവേശത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ കൊച്ചുമിടുക്കരുടെ കഴിവിനെ പുറത്തെടുക്കാനും സ്കൂൾ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന വളരെ നല്ലൊരു പ്രോഗ്രാമായി ഇതിനെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് സീനിയർ അധ്യാപികയായ വനജ ടീച്ചർ പറഞ്ഞു. ഞാൻ AUP സ്കൂൾ മനുശ്ശേരിയിലെ സീനിയർ ടീച്ചർ വനജ ടീച്ചറാണ്. നമ്മുടെ സ്കൂൾ ഈ വർഷം പുതിയൊരു പ്രവർത്തനമായിട്ട് കൊണ്ടുവന്നതാണ് ഈ കുട്ടി റിപ്പോർട്ടർ പ്രത്യേകത. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടി റിപ്പോർട്ടേഴ്സായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്നും കുറേ കുട്ടികൾ മുന്നോട്ട് വരികയും ഇതൊരു നല്ല പ്രോഗ്രാമായി പുറത്തേക്ക് കൊണ്ടുവരാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ വാർത്താ അവതരണത്തിന് സ്കൂളിലെ 5 കുട്ടികളാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. ഓരോ സ്കൂൾ പരിപാടികളും അതിന്റെ തനിമ ചോരാതെ മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഒരു പ്രൊഫഷണൽ വാർത്താ ചാനലിനെ വെല്ലുന്ന രീതിയിൽ അടുത്ത വലിയ റിപ്പോർട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുട്ടിപ്പട്ടാളം. നാളെ നടക്കുന്ന സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ വാർത്താ വായനയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് മനുശ്ശേരിയിലെ ഈ കൊച്ചു റിപ്പോർട്ടർമാർ. കേവലം പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങാതെ ഡിജിറ്റൽ യുഗത്തിനൊപ്പം സഞ്ചരിച്ച് കുട്ടികളിലെ കഴിവിനെ പുറത്തെടുക്കുന്ന
മനുശ്ശേരി AUP സ്കൂളിലെ ഈ കുട്ടി റിപ്പോർട്ടേഴ്സ് ചാനൽ വരും ദിവസങ്ങളിലും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമെന്നതിൽ തർക്കമില്ല.